ശക്തമായ മഴയിൽ പമ്പയാറ്റിൽ ജലനിരപ്പ് ഉയർന്നു. ആലപ്പുഴ എടത്വയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ ഓണക്കാല വിപണി ലക്ഷ്യമിട്ട് ആരംഭിച്ച കൃഷി നശിച്ചു. പച്ചക്കറി, വാഴ, കപ്പ തുടങ്ങിയ കൃഷികളാണ് നശിച്ചത്. ലക്ഷക്കണക്കിന് നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. പത്തനംതിട്ടയിലും കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലകളിൽ പെയ്ത മഴയാണ് പമ്പാനദിയിൽ ജലനിരപ്പുയരാൻ കാരണം. മണലുമേക്കലും ചെളിയുമടിഞ്ഞ നദിയുടെ സംഭരണശേഷി ഗണ്യമായി കുറഞ്ഞതും ജലനിരപ്പ് ഉയരാൻ കാരണമായി. തൊഴിലുറപ്പ് തൊഴിലാളികൾ 3 സ്ഥലത്ത് കപ്പയിട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം വെള്ളം കയറി അത് ഒരുപാട് ഞങ്ങൾക്ക് നഷ്ടം വന്നു. കുറച്ചൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അത് നഷ്ടപരിഹാരം ആരോട് ചോദിക്കാനാണ്? ഞങ്ങളുടെ കഷ്ടപ്പാട് മിച്ചം ആയി. 3 പറമ്പ് ഇഷ്ടം പോലെ കപ്പയിട്ടിട്ടുണ്ടായിരുന്നു. വെള്ളം കയറിയ കാരണം എല്ലാം നഷ്ടപ്പെട്ടു. കിഴക്കൻ മേഖലയിൽ മഴ ശക്തി പ്രാപിച്ചാൽ കുട്ടനാട് മുങ്ങാൻ സാധ്യതയുണ്ട്. പമ്പ, അച്ചൻകോവിൽ, മണിമല ആറുകളുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ പ്രയാസത്തിലാവും. ആറ്റിൻകരയിലെ വീടുകളും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. തോട്ടപ്പള്ളി സ്പിൽവേ ഷട്ടറുകൾ വഴി വെള്ളം കടലിലേക്ക് ഒഴുക്കിവിടുകയും കുട്ടനാട്, അപ്പർ കുട്ടനാടൻ മേഖലകളിലെ തടസ്സപ്പെട്ട് കിടക്കുന്ന നീരൊഴുക്ക് പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്താൽ മാത്രമേ കുട്ടനാട്ടുകാർക്ക് അല്പമെങ്കിലും ആശ്വാസമാവൂ. വിഷയത്തിൽ സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും മുൻകൈയെടുക്കണമെന്നാണ് കുട്ടനാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.